ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 11, 12 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ്? ഉത്തരം: യേശു പഠിപ്പിച്ച പ്രാർത്ഥന. 2. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. 3. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവ് ആരുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് അരുളി ചെയ്തത്? ഉത്തരം: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന്. 4. ആരുടെ രാജ്യം വരണമേ എന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം: അങ്ങയുടെ രാജ്യം വരണമേ. 5. ഓരോ ദിവസവും ഞങ്ങൾക്ക് എന്ത് നൽകണമേ എന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം: അന്നന്ന് വേണ്ട ആഹാരം. 6. ഞങ്ങളുടെ എന്ത് ക്ഷമിക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം: പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന്. 7. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്? ഉത്തരം: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നതിനാൽ. 8. അവസാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉത്തരം: ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന്. 9. ഒരുവൻ 3 അപ്പം വായ്പ ചോദിച്ച് തൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന ഉപമ യേശു പറഞ്ഞത് എന്തിനെപ്പറ്റി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ഉത്തരം: പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പഠിപ്പിക്കുന്നതിന്. 10. ഒരുവൻ അപ്പം വായ്പ ചോദിച്ച് സ്നേഹിതൻ്റെ അടുത്ത് ചെന്നത് എപ്പോഴാണ്? ഉത്തരം: അർദ്ധരാത്രിയിൽ. 11. ഒരുവൻ എന്തിനു വേണ്ടിയാണ് അർദ്ധരാത്രിയിൽ അപ്പം വായ്പ ചോദിക്കുന്നതിനായി സ്നേഹിതൻ്റെ അടുത്ത് ചെന്നത്? ഉത്തരം: ഒരു സ്നേഹിതൻ യാത്രാമധ്യേ അവൻ്റെ അടുത്ത് വന്നതുകൊണ്ട്. 12. ആരാണ് എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്? ഉത്തരം: അപ്പം ചോദിച്ചു ചെന്ന വീട്ടിലെ സ്നേഹിതൻ. 13. ആരും എൻ്റെ കൂടെ കിടക്കയിലാണ് എന്നാണ് സ്നേഹിതൻ പറഞ്ഞത്? ഉത്തരം: എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എന്ന്. 14. എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല എന്ന് സ്നേഹിതൻ പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: കതകടച്ചു കഴിഞ്ഞതുകൊണ്ടും കുഞ്ഞുങ്ങൾ കൂടെ കിടക്കയിൽ ഉള്ളതുകൊണ്ടും. 15. സ്നേഹിതനെന്ന പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്ത് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും എന്നാണ് പറയുന്നത്? ഉത്തരം: നിർബന്ധം നിമിത്തം. 16. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ ഡാഷ് കൊടുക്കുക? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക. 17. മുട്ട ചോദിച്ചാൽ പകരം എന്തു കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം: തേളിനെ കൊടുക്കുമോ എന്ന്. 18. സ്വർഗസ്ഥനായ പിതാവ്
തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്നത് എന്താണ്? ഉത്തരം പരിശുദ്ധാത്മാവിനെ. 19. യേശുവും ബേൽസെബൂലും എന്ന ശീർഷകത്തിൻ കീഴിൽ എങ്ങനെയുള്ള പിശാചിനെയാണ് യേശു ബഹിഷ്കരിക്കുന്നത്? ഉത്തരം ഊമനായ പിശാചിനെ. 20. എപ്പോഴാണ് ഊമൻ സംസാരിച്ചു തുടങ്ങിയത്? ഉത്തരം പിശാച് പുറത്തുപോയപ്പോൾ. 21. പിശാച് ബാധിച്ച ഊമൻ സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെട്ടത് ആരാണ്? ഉത്തരം ജനങ്ങൾ. 22. പിശാചുക്കളുടെ തലവൻ ആരാണ്? ഉത്തരം ബേൽസെബൂൽ. 23. ജനങ്ങളിൽ ചിലർ യേശു ആരെക്കൊണ്ടാണ് പിശാചുക്കളെ പറഞ്ഞത്? ഉത്തരം പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടെന്ന്. 24. നിങ്ങളുടെ പുത്രന്മാർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അവരും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതുകൊണ്ട്. 25. യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം ദൈവകരം കൊണ്ട്. 26. ദൈവകരം കൊണ്ടാണ് യേശു പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവരാജ്യം. 27. ഒരുവൻ്റെ കൊട്ടാരത്തിലെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. 28. എന്നോട് കൂടെയല്ലാത്തവൻ ഡാഷ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ഡാഷ്. ഉത്തരം എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. 29. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെയാണ്? ഉത്തരം വരണ്ട സ്ഥലങ്ങളിൽ. 30. ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്ന ആത്മാവ് അത് കണ്ടെത്താതെ വരുമ്പോൾ എന്താണ് പറയുന്നത്? ഉത്തരം ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും എന്ന്. 31. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്ന ആത്മാവ് എന്താണ് കാണുന്നത്? ഉത്തരം ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. 32. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട വീട് കാണുന്ന ആത്മാവ് എന്താണ് ചെയ്യുന്നത്? ഉത്തരം തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. 33. ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് വാസമുറപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥിതി എപ്രകാരമായിത്തീരുന്നു? ഉത്തരം ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. 34. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് യേശു അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന്. 35. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാന്മാർ.
36 ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഏത് ശീർഷകത്തിന് ശേഷമാണ് യോനായുടെ അടയാളം എന്ന ശീർഷകം വരുന്നത്? ഉത്തരം മഹത്തായ ഭാഗ്യം എന്ന ശീർഷകത്തിന് ശേഷം. 37 ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു പറയുവാനുള്ള കാരണമെന്ത്? ഉത്തരം ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതുകൊണ്ട്. 38 ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു എപ്പോഴാണ് പറഞ്ഞത്? ഉത്തരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ. 39 ഏതടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. 40 യോന അടയാളമായിരുന്നത് ആർക്കാണ്? ഉത്തരം നിനവേക്കാർക്ക്. 41 യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത് ആരാണ്? ഉത്തരം യേശു മനുഷ്യപുത്രൻ. 42 വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയിർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞി. 43 ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുന്നതിനു വേണ്ടി. 44 എന്തുകൊണ്ടാണ് നിനവേ നിവാസികൾ ഈ തലമുറയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്? ഉത്തരം യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചതുകൊണ്ട്. 45 യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചവർ ആരാണ്? ഉത്തരം നിനവേ നിവാസികൾ. 46 സോളമനേക്കാളും യോനായേക്കാളും വലിയവൻ ആരാണ്? ഉത്തരം മനുഷ്യപുത്രൻ. 47 വിളക്ക് കൊളുത്തി ആരും എവിടെയാണ് വയ്ക്കാറില്ലാത്തത്? ഉത്തരം നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. 48 എന്തിനു വേണ്ടിയാണ് വിളക്ക് കൊളുത്തി പീഠത്തിന്മേൽ വയ്ക്കുന്നത്? ഉത്തരം അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണുന്നതിന് വേണ്ടി. 49 ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം കണ്ണ്. 50 കണ്ണ് ഡാഷ് എങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ഡാഷ് എങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. ഉത്തരം കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. 51 അതുകൊണ്ട് എന്തു സൂക്ഷിച്ചു കൊള്ളുവാനാണ് യേശു പറയുന്നത്? ഉത്തരം നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. 52 ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് വെളിച്ചം തരുന്നത് പോലെ. 53 11-ാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏതാണ്? ഉത്തരം ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. 54 ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി യേശുവിനെ ക്ഷണിച്ചത് എപ്പോഴാണ്? ഉത്തരം യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 55 യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച
ഫരിസേയൻ എന്തിനെ പറ്റിയാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം, ഭക്ഷണത്തിനു മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി. 56. ഫരിസേയരായ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു എന്ന്. 57. ഫരിസേയരായ നിങ്ങളുടെ അകം എപ്രകാരമാണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, നിങ്ങളുടെ അകം കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 58. ഡാഷ് പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? പൂരിപ്പിക്കുക. ഉത്തരം, ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്. 59. എപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്നാണ് യേശു ഫരിസേയനോട് പറഞ്ഞത്? ഉത്തരം, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. 60. ഫരിസേയർ ഏതെല്ലാം ചെടികളുടെ ദശാംശമാണ് കൊടുക്കുന്നത്? ഉത്തരം, അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. 61. ഫരിസേയർ അവഗണിച്ച് കളയുന്നത് എന്തെല്ലാമാണ്? ഉത്തരം, ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. 62. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ ഡാഷ് തന്നെ. ഉത്തരം, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. 63. ഫരിസേയർ അഭിലഷിക്കുന്നത് എന്താണ്? ഉത്തരം, സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അവർ അഭിലഷിക്കുന്നു. 64. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു കുറ്റപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം, ഫരിസേയരെ. 65. എന്തിനു മീതെ നടക്കുന്നവനാണ് എന്തിനു മീതെ നടക്കുന്നവനാണ് അത് അറിയുന്നുമില്ല എന്ന് പറയുന്നത്? ഉത്തരം, കാണപ്പെടാത്ത കുഴിമാടങ്ങൾക്ക് മീതെ നടക്കുന്നത്. 66. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം, നിയമജ്ഞരിൽ ഒരാൾ. 67. താങ്ങാനാകാത്ത ചുമട് മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആരാണ്? ഉത്തരം, നിയമജ്ഞർ. 68. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, യേശു നിയമജ്ഞരോട് പറഞ്ഞത്. 69. നിയമജ്ഞർ ആർക്ക് കല്ലറകൾ പണിയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, അവരുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക്. 70. നിയമജ്ഞരുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് അവർ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത് എങ്ങനെയാണ്? ഉത്തരം, അവരുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് അവർ കല്ലറകൾ പണിതുകൊണ്ട്. 71. ആരാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ ജ്ഞാനം. 72. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം, സക്കറിയ. 73. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആര്? ഉത്തരം, നിയമജ്ഞർ. 74. യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയത് ആരാണ്? ഉത്തരം, നിയമജ്ഞരും
ഫരിസേയരും. 75 ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. 76 പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു ശിഷ്യരോട് പറയുവാൻ തുടങ്ങിയത് എന്ത്? ഉത്തരം ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുക. 77 എന്താണ് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത്? ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്ന്. 78 എന്താണ് അറിയപ്പെടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞത്? ഉത്തരം നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല എന്ന്. 79 ഇരുട്ടത്ത് സംസാരിച്ചത് എവിടെയാണ് കേൾക്കപ്പെടുന്നത്? ഉത്തരം വെളിച്ചത്ത്. 80 വീട്ടിൽ സ്വകാര്യ മുറിയിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത്? ഉത്തരം പുരമുകളിൽ നിന്ന്. 81 യേശു എൻ്റെ സ്നേഹിതരെ എന്ന് വിളിച്ചത് ആരെയാണ്? ഉത്തരം ശിഷ്യന്മാരെ. 82 എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ആരെ ഭയപ്പെടേണ്ട എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ. 83 നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ എന്തു തരാം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം മുന്നറിയിപ്പ്. നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം എന്ന്. 84 നിങ്ങൾ ആരെ ഭയപ്പെടണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. 85 ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് യേശു പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഉത്തരം 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്ന 5 കുരുവികളെ പറ്റി. 86 നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം തലമുടി ഇഴകൾ പോലും. 87 അനേകം കുരുവികളേക്കാൾ വിലയുള്ളവർ ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. 88 മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ആരുടെ മുമ്പിലാണ് മനുഷ്യപുത്രനും ഏറ്റുപറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. 89 ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയപ്പെടുന്നത് ആര്? ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നവൻ. 90 ആർക്കെതിരായി സംസാരിക്കുന്നവനോടാണ് ക്ഷമിക്കപ്പെടുന്നത്? ഉത്തരം മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട്. 91 ആർക്കെതിരായി ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത്? ഉത്തരം പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട്. 92 സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തിനെപ്പറ്റി ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്ന്. 93 ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആര് നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പരിശുദ്ധാത്മാവ്. 94 പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. 95
പിതൃസ്വത്ത് പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞവനെ യേശു എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം ഹേ മനുഷ്യ എന്ന്. 96. സഹോദരനോട് പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞവനോട് യേശു ചോദിച്ചതെന്ത്? ഉത്തരം ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വായിക്കുന്നവനോ ആര് നിയമിച്ചു? 97. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വായിക്കുന്നവനോ ആര് നിയമിച്ചു എന്ന ചോദ്യത്തിന് ശേഷം യേശു അവരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. 98. മനുഷ്യജീവിതം എന്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം സമ്പത്ത് കൊണ്ടല്ല. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. 99. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് പഠിപ്പിക്കുന്നതിനായി യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഉത്തരം ഭോഷനായ ധനികൻ്റെ ഉപമ. 100. സമൃദ്ധമായ വിളവ് നൽകിയത് ആരുടെ കൃഷിസ്ഥലമാണ്? ഉത്തരം ഒരു ധനികൻ്റെ കൃഷിസ്ഥലം. 101. കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ ധനികൻ എന്താണ് ചിന്തിച്ചത്? ഉത്തരം ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ ശേഖരിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. 102. എന്ത് പൊളിച്ച് കൂടുതൽ വലിയവ പണിയുമെന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം അറപ്പുരകൾ പൊളിച്ച്. 103. നിനക്കായി ഞാൻ എന്ത് സംഭരിച്ചിരിക്കുന്നു എന്നാണ് ഭോഷൻ ആത്മാവിനോട് പറയുന്നത്? ഉത്തരം അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ. 104. ഭോഷനായ ധനികനോട് നിന്റെ ആത്മാവിനെ എപ്പോൾ ആവശ്യപ്പെടും എന്നാണ് ദൈവം പറയുന്നത്? ഉത്തരം ഈ രാത്രിയിൽ. 105. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ആരെ പോലെയാണ്? ഉത്തരം ഭോഷനായ ധനികനെ പോലെ. 106. എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. 107. ജീവൻ ഡാഷിനും ശരീരം ഡാഷിനും ഉപരിയാണ്. ഉത്തരം ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. 108. കലവറയോ കളപ്പുരയോ ഇല്ലാത്ത കാക്കകളെ പോറ്റുന്നത് ആരാണ്? ഉത്തരം ദൈവം. 109. ആകുലരാകുന്നതുകൊണ്ട് ഡാഷ് ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഉത്തരം ആയുസിൻ്റെ ദൈർഘ്യം. ആകുലരാകുന്നതുകൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്ന്. 110. ലില്ലികൾ എന്ത് ചെയ്യുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ല. 112. സോളമൻ എന്തിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ലില്ലികളെ പോലെ. 112. ലൂക്ക 12:27 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏതാണ്? ഉത്തരം 1 രാജാക്കന്മാർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 113. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായത് എന്താണ്? ഉത്തരം വയലിലെ പുല്ല്. 114. ലൂക്ക 12:28
യേശു ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? ഉത്തരം അല്പവിശ്വാസികളെ എന്ന്. 115. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുകയും ആകുലചിത്തരാകുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം ഈ ലോകത്തിൻ്റെ ജനതകൾ. 116. ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ സംഭരിച്ച് വയ്ക്കുവാനാണ് യേശു പറഞ്ഞത്? ഉത്തരം സ്വർഗത്തിൽ. 117. നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഉത്തരം അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യില്ല. 118. നിന്റെ ഹൃദയം എവിടെയായിരിക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയവും ആയിരിക്കും എന്ന്. 119. ലൂക്ക 12:32 യേശു ശിഷ്യന്മാരെ വിളിച്ചത് എപ്രകാരമാണ്? ഉത്തരം ചെറിയ അജഗണമേ എന്ന്. 120. ലൂക്ക 12 4-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം സദാ ജാഗരൂകരായ ഭൃത്യന്മാർ. 121. ആരുടെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വരുന്ന യജമാനൻ്റെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആകുവിൻ എന്ന്. 122. എങ്ങനെയുള്ള ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? ഉത്തരം യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നതായി കാണുന്ന ഭൃത്യന്മാർ. 123. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് പരിചരിക്കുകയും ചെയ്യും. 124. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഡാഷ്. ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. 125. മനുഷ്യപുത്രൻ വരുന്നത് എപ്പോഴാണ്? ഉത്തരം പ്രതീക്ഷിക്കാത്ത മണിക്കൂറുകളിൽ. 126. കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് കർത്താവിനോട് ചോദിച്ച ശിഷ്യൻ ആരാണ്? ഉത്തരം പത്രോസ്. 127. വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുന്നതിന് എങ്ങനെയുള്ള കാര്യസ്ഥനെയാണ് യജമാനൻ നിയമിക്കുന്നത്? ഉത്തരം വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനെ. 128. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അവൻ കഠിനമായി പ്രഹരിക്കപ്പെടും. 129. ആരിൽ നിന്നാണ് അധികം ആവശ്യപ്പെടുന്നത്? ഉത്തരം അധികം ലഭിച്ചവനിൽ നിന്ന്. 130. ആരോടാണ് അധികം ചോദിക്കുന്നത്? ഉത്തരം അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്. 131. എന്തിനാണ് ഭൂമിയിൽ താൻ വന്നതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ഭൂമിയിൽ തീയിടാൻ. 332. എനിക്ക് ഒരു ഡാഷ് സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു? ഉത്തരം സ്നാനം. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു? 133. ഭൂമിയിൽ സമാധാനമല്ല പിന്നെ എന്ത് നൽകാനാണ് യേശു വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഉത്തരം ഭിന്നത. 134. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേരാണ് ഒരു വീട്ടിലുണ്ടായിരിക്കുന്നത്? ഉത്തരം 5 പേർ.
135 5 പേർ എങ്ങനെ ഭിന്നിച്ചിരിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും എന്ന്. 136 ലൂക്ക 12:53 പ്രകാരം എത്ര പേരാണ് പരസ്പരം ഭിന്നിച്ചിരിക്കുന്നത്? ഉത്തരം 6 പേർ. 137 ലൂക്ക 12-ന്റെ അവസാനത്തെ ശീർഷകം ഏതാണ്? ഉത്തരം കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ. 138 മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എപ്പോഴാണ്? ഉത്തരം പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കാണുമ്പോൾ. 139 അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഉത്തരം തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ. 140 12:56 യേശു കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ജനക്കൂട്ടത്തെ. 141 എന്തിൻ്റെയെല്ലാം ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ. 142 എന്നാൽ എന്ത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ. 143 നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വച്ചു തന്നെ അവനുമായി എന്ത് ചെയ്യുവാനാണ് പറയുന്നത്? ഉത്തരം രമ്യതപ്പെട്ടുകൊള്ളുക. 144 ശത്രുവിനോട് രമ്യതപ്പെട്ടില്ലെങ്കിൽ ന്യായാധിപൻ നിന്നെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഉത്തരം കാരാഗൃഹ പാലകന്. 145 കാരാഗൃഹ പാലകൻ എന്താണ് ചെയ്യുന്നത്? ഉത്തരം നിന്നെ തടവിലാക്കും. 146 എന്തു ചെയ്യുന്നതുവരെ നീ കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വരികയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വരികയില്ല എന്ന്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് 11, 12 അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ടതായി തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലവണ്ണം പഠിക്കുക. ലോഗോസ് ക്വിസ് അടുത്ത് വരികയാണ്, അപ്പോൾ നല്ലവണ്ണം പഠിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.